കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് കടുത്ത മത്സരമെന്ന് കെ.പി.സി.സി നേതൃത്വം. കോൺഗ്രസ് പ്രസിഡന്റ് കെ. സുധാകരൻ മത്സരിച്ച മണ്ഡലത്തിൽ സി.പി.ഐ.എം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കേരളത്തിൽ ഏറ്റവുമധികം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. 77% പോളിംഗാണ് നടന്നത്. 10,48,839 പേർ വോട്ട് രേഖപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ ഭൂരിഭാഗം വോട്ടുകളും എൽ.ഡി.എഫിലേക്ക് പോയി എന്നാണ് യു.ഡി.എഫ് വിലയിരുത്തൽ. കെ.പി.സി.സി പ്രസിഡന്റിന്റെ ആർ.എസ്.എസ് അനുകൂല നിലപാടാണ് ഇതിനു കാരണം. ഒരവസരം വന്നാൽ താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്നും സി.പി.എമ്മുകാർ ആർ.എസ്.എസ് ശാഖ ആക്രമിക്കാൻ വന്നപ്പോൾ താൻ ഇടപെട്ട് ആർ.എസ്.എസ് ശാഖയ്ക്ക് സുരക്ഷ നൽകിയെന്നുമുള്ള കെ. സുധാകരന്റെ പ്രസ്താവനകൾ വിവാദമായിരുന്നു. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ എൽ.ഡി.എഫിലേക്ക് പോകാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. മുൻ കോൺഗ്രസ് നേതാവായിരുന്നു ഇത്തവണ ബി.ജെ.പി സ്ഥാനാർത്ഥി. അതുകൊണ്ടുതന്നെ ബി.ജെ.പി വോട്ട് കാര്യമായി യു.ഡി.എഫിന് ലഭിച്ചിട്ടില്ല എന്നുമാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങാൻ കെ. സുധാകരൻ തുടക്കത്തിൽ വിമുഖത കാണിച്ചിരുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും എം.പി ആയാൽ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകും എന്നീ കാരണങ്ങൾ കൊണ്ടും പ്രചരണത്തിൽ കെ. സുധാകരൻ വളരെ പിന്നിലായിരുന്നു. ഈ കാരണങ്ങൾ എൽ.ഡി.എഫിന് അനുഗ്രഹമായി. പ്രചരണത്തിൽ എൽ.ഡി.എഫ് വളരെയധികം മുന്നിലെത്തി. ബി.ജെ.പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് കണ്ണൂർ. അതുകൊണ്ടുതന്നെ മത്സരം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലായിരുന്നു. എൽ.ഡി.എഫ് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് തുടക്കം മുതൽ നടത്തിയത്. പ്രചരണത്തിൽ ഒരു തവണ പോലും യു.ഡി.എഫിന് മുന്നിലെത്താൻ കഴിഞ്ഞില്ല. കൃത്യമായി ലഭിച്ച പാർട്ടി വോട്ട്, ചിട്ടയായ പ്രവർത്തനം, പ്രചരണത്തിലെ മുൻതൂക്കം ഇതൊക്കെ കൊണ്ട് തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ.ഡി.എഫ്.